ന്യൂസ് ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പരിഹരിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് CPI അരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ കൺവെൻഷൻ നടത്തി. ജൂലൈ 21 ഞായറാഴ്ച വൈകിട്ട് അരൂർ പടിഞ്ഞാറേ ഭാഗം NSS കര്യോഗം ഹാളിൽ നടന്ന സമ്മേളനം CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു വാർത്തയുണ്ട്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തോടനുബന്ധിച്ച് ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമതകൾക്ക് ശാശ്വതമായ പരിഹാരം കാണാത്തതിനാൽ അരൂർ തുറവൂർ റോഡ് യൂസേഴ്സ് ജനകീയ സമിതി ജൂലൈ 30 ചൊവ്വാഴ്ച വൈകിട്ട് 4:30 മണിക്ക് ദേശീയപാതയിൽ മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തും. വാർത്തകൾ വിശദമായി. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പരിഹരിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് CPI അരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ കൺവെൻഷൻ നടന്നു. ജൂലൈ 21 ഞായറാഴ്ച വൈകിട്ട് അരൂർ പടിഞ്ഞാറേ ഭാഗം NSS കര്യോഗം ഹാളിൽ നടന്ന സമ്മേളനം CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇപ്പോഴാണ് ഒരു വികസനത്തിന് സാധ്യത. 5 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് അത്തരം സാധ്യതകൾ തെളിയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അതിനോട് ഒരിക്കലും നമ്മൾ എതിരില്ല. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ ദേശീയപാതയുടെ ഇരുവശവുമുള്ള കച്ചവടക്കാർ, വീട്ടുകാർ, കാൽനടക്കാർ, വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ എല്ലാവരും ദുരിതം അനുഭവിക്കുകയാണ്. ദേശീയപാത നിർമ്മാണത്തിൽ എടുക്കേണ്ട മുൻകരുതൽ മുൻകൂട്ടി കാണാതെ ആവശ്യമായ തുക പദ്ധതിയിൽപ്പെടുത്താതെ കുറ്റകരമായ അനാസ്ഥയാണ് കരാർ കമ്പനി കാണിച്ചതെന്ന് TJ ആഞ്ചലോസ് ആരോപിച്ചു. ജനങ്ങളുടെ വിഷമതകൾക്ക് പരിഹാരം കാണും വരെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരം പ്രക്ഷോഭത്തിൽ ഏർപ്പെടുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. മികച്ച ഒരു ഉദ്യമത്തിലാണ് അരൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏർപ്പെട്ടിരിക്കുന്നത്. അതിന് തുടർ പ്രക്ഷോഭം ഉണ്ടാകണം. ഏതെങ്കിലും ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് അത് നിലക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുവശവും താമസിക്കുന്ന മനുഷ്യർ, ഇരുവശവും ഉപജീവന മാർഗത്തിന് വേണ്ടി കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അപകടത്തിൽ മരണപ്പെട്ടപ്പോൾ അതെല്ലാം ഈ കുറ്റകരമായ അനാസ്ഥയുടെ പേരിലാണ്. റോഡുകൾ തകർന്നതിൻ്റെ പേരിലാണ് അവർ അത്രയും മരണം ഉണ്ടായത്. അതിനും അത്രയും മരണങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. ആ മരണത്തിൽപ്പെട്ടവർ അതേപോലെ തന്നെ പിന്നീട് അതുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ ഇന്നും പരിക്കേറ്റ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ആളുകൾ, ഇനി ഭാവിയിൽ വന്നു കഴിഞ്ഞാൽ കാൽനട യാത്രക്കാർ, സൈക്കിൾ യാത്രക്കാർ, ഇവിടെ നിന്നുള്ള വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള കാന, ഇത്തരം സംവിധാനങ്ങളെല്ലാം മികച്ചതായിട്ട് ഉണ്ടാകണം. അത്തരം ആവശ്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. മുൻ ജില്ലാ ജഡ്ജി PM അബ്ദുൾ സത്താർ മുഖ്യപ്രഭാഷണം നടത്തി. ക്രിയകളും നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ നാം അതിൽ ഭാഗഭാക്കാവുകയും അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടവരല്ലേ? നമ്മുടെ ഒരു പ്രവർത്തനം പോലും അതിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ പോകരുതേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് കേരളക്കരയിലെ എല്ലാ ജനങ്ങളും. അരൂർ ഉയരപ്പാതക്ക് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യാൻ അനുഭവസിദ്ധനായ എനിക്ക് മനസ്സിലാവും. മണിക്കൂറുകളോളം ഒരു നാഷണൽ ഹൈവേയിൽ കൂടി കാത്തു നിൽക്കുന്ന ഘട്ടങ്ങൾ, ആംബുലൻസുകളിൽ മഹാരോഗികൾ തിങ്ങി നിറഞ്ഞുകൊണ്ട് പോകുന്ന അവസ്ഥകൾ, മണിക്കൂറുകളോളം അവർ കാത്തു നിൽക്കുന്നു. CPI ജില്ലാ കൗൺസിൽ അംഗം TP സതീശൻ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി PM അജിത് കുമാർ സ്വാഗതം ആശംസിച്ചു. CPI ഭാരവാഹികളായ അഡ്വക്കേറ്റ് സുരേഷ് ബാബു, MP ബിജു, OK മോഹനൻ, അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി, സതീഷ് പണിക്കർ തുടങ്ങിയ പ്രമുഖർ സംസാരിച്ചു. ഈ വിഷയത്തിൽ യോഗത്തിൽ പങ്കെടുത്ത ജനങ്ങളുടെ അഭിപ്രായങ്ങളും തേടിയിരുന്നു. ഇതിനിടെ കൃഷിമന്ത്രി P പ്രസാദിന്റെ നേതൃത്വത്തിൽ MLA ദലീമ ജോജോയും കളക്ടറും ജനപ്രതിനിധികളും നിർമ്മാണ പ്രദേശം സന്ദർശിക്കുകയും ജനങ്ങളുടെ വിഷമതകൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് കരാർ കമ്പനിക്ക് മന്ത്രി നൽകിയ നിർദ്ദേശമനുസരിച്ച് അരൂർ ചന്തിരൂർ ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സമാന്തര റോഡ് നിർമ്മാണം ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയുള്ളത്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തോടനുബന്ധിച്ച് ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമതകൾക്ക് ശാശ്വതമായ പരിഹാരം കാണാത്തതിനാൽ അരൂർ തുറവൂർ റോഡ് യൂസേഴ്സ് ജനകീയ സമിതി ജൂലൈ 30 ചൊവ്വാഴ്ച വൈകിട്ട് 4:30 മണിക്ക് മനുഷ്യച്ചങ്ങല സൃഷ്ടിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തും. ഇതിനുള്ള ഒരുക്കത്തിന് മുന്നോടിയായി ചന്തിരൂർ കുമർത്തുപടിയിൽ നടന്ന യോഗം പ്രസിഡന്റ് JR അജിത് ഉദ്ഘാടനം ചെയ്തു. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.